ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പിസ്താഷ്യൽ യൂസ് ചെയ്തിട്ടൊക്കെ ഒരു ഫ്ലവർ വേസ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. പിസ്താഷ്യലിൻ്റെ ക്രാഫ്റ്റ് ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുള്ളത് കാരണവും എനിക്ക് ഈ പ്രാന്തമുള്ളത് കാരണവും വീട്ടിലെ അമ്മയും എല്ലാവരും ഈ പിസ്തയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഷെല്ലെടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിസ്താഷ്യലിൽ ഒരു ടുലിപ്പ് ചെയ്ത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ഒരു ടൂത്ത് പിക്കും അതിന് മുകളിൽ പിസ്താഷ്യൽസ് വെച്ച് ഇങ്ങനെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു ടുലിപ്പിൻ്റെ ഷേപ്പിൽ വരും. പിന്നെ നമ്മളുടെ പെയിൻ്റ് അടി പരിപാടി ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഞാനൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ചൂസ് ചെയ്തത്. അത് വെച്ച് ഒന്ന് കളർ ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം കറക്റ്റ് ടുലിപ്പെന്ന് തന്നെ തോന്നും. ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ചൂസ് ചെയ്തത്. അങ്ങനെ കുറച്ച് പണിയുണ്ട് എങ്കിലും ഗ്ലൂ ഗണ്ണ് വെച്ച് ചൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഓരോന്നായിട്ട് അങ്ങനെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ സ്പീഡിന് പെയിൻറ്റ് ചെയ്ത് പോകുമ്പോൾ സംഭവം ഭയങ്കര ഈസി എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ആ സമയം ഞാൻ മെനക്കെട്ടതൊക്കെ ഇപ്പം ഞാനിരുന്ന് ഓർക്കും ഇതുപോലെ പണിയൊക്കെ സ്മൂത്തായിട്ട് പോയിരുന്നെങ്കിൽ എത്ര വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സൊക്കെയാണ്. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് വരച്ച് വെച്ചു. പിന്നെ വേണമെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ അതാണ് ചുറ്റിയെടുത്തത്. കാരണം നമുക്ക് പിന്നെ പെയിൻ്റ് അടിച്ച് വീണ്ടും ഉണക്കാൻ വെച്ചിട്ട് അങ്ങനെയുള്ള ടൈം പോകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ടേപ്പ് എടുത്ത് ആ ടൂത്ത് പിക്കിന് ചുറ്റിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടേപ്പ് എന്തായാലും ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഫ്ലവറിനൊക്കെ സ്റ്റെമ്മായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും വാങ്ങി വെക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സംഭവം ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അത് കാരണമാണ് ഞാൻ ഓരോന്ന് പറഞ്ഞ് കിടന്ന് ഉരുളുന്നത്. എന്തായാലും ക്രാഫ്റ്റ് ലവേഴ്സൊക്കെ ഒരുപാട് പേര് ഈ ചാനൽ കാണുന്നുണ്ടായിരിക്കും. ഓർമ്മ വരുന്നവർ ഇതിൻ്റെ പേര് ഓർമ്മയുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഞാൻ കുറേയൊക്കെ സ്പീഡപ്പായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, ടൈം സ്പീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം സമയം അതിനെടുക്കുന്നുണ്ടല്ലോ എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അധികം ഫാസ്റ്റൊന്നും ആക്കിയില്ല. അങ്ങനെ 1-2 എണ്ണമൊക്കെ ചുറ്റുന്നത് ഞാൻ അതിൻ്റെ എക്സാക്ട് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചേക്കുന്നത്. പിന്നെ നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈക്വൽ ലെങ്ത്തിന് വേണം കേട്ടോ അത് കട്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് അത് ആഗ്രഹിക്കുന്ന ആ ഒരു ഭംഗിയിൽ നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈക്വൽ ലെങ്ത്തിന് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒരു സ്കെയിലെടുത്ത് ഈക്വൽ മെഷർമെൻറ്റൊക്കെ എടുത്ത് അളന്ന് വരച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കട്ടിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഐസ്ക്രീം സ്റ്റിക്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വേസ്റ്റ് അടപ്പെടുത്തിട്ട് അതിന് ചുറ്റിലും ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഇതങ്ങനെ ഒട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ലീഫ് എടുത്ത് ഈ ടുലിപ്പിലൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു ക്യൂട്ട് ലുക്ക് ആ പോട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിങ്ക് ത്രെഡ് ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാനൊന്ന് ഒരു നന്നായിട്ടൊരു ടൈ ചെയ്ത് ബോയുടെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മളുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ടുലിപ്പ് എടുത്ത് അതിനകത്ത് വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ആദ്യം ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പോട്ടിന് പെയിൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് പോട്ട് പെയിൻറ്റ് ചെയ്യാതെ തന്നെ അതിന് നല്ല അടിപൊളി ലുക്കാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ക്യൂട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. ഈ പേജിലൂടെ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ ക്രാഫ്റ്റ് ഐറ്റംസുമായിട്ട് അടുത്ത എപ്പിസോഡ്സിൽ വരുന്നത് വരേക്കും താങ്ക് യു.